പാലക്കാട് കരിമ്പ അപകടത്തിലാണ് ഈ 4 വിദ്യാർത്ഥിനികളും മരിച്ചത്. ഇന്നാണ് സംസ്കാരം. 10 മണിക്കാണ് നടക്കുക. 2 മണിക്കൂറായിരുന്നു വീടുകളിൽ പൊതുദർശനത്തിന് വച്ചിരുന്നത്. ശേഷമാണ് കരിമ്പനക്കൽ ഹാളിലേക്ക് ഭൗതിക ശരീരങ്ങൾ കൊണ്ടുവന്നത്. മണ്ണാർക്കാട് നിന്ന് പാലക്കാടേക്ക് സിമന്റ് കയറ്റി വന്ന ഒരു ലോറിയാണ് ഈ 4 കുരുന്നുകളുടെയും ജീവനെടുത്തത്. മറ്റൊരു ലോറി ഈ സിമന്റ് ലോറിയിൽ വന്നിടിച്ച് സിമന്റ് ലോറി കുട്ടികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാനുള്ള സമയമെടുക്കും മുൻപ് അവരിൽ നിന്നും ജീവൻ അറ്റുപോയി എന്ന ദാരുണമായ വാർത്തയാണ് നമ്മളൊക്കെയും ഇന്നലെ വൈകുന്നേരം അറിഞ്ഞത്. എല്ലാവരും പരസ്പരം സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. കാണാനുള്ളവർ മണ്ഡപത്തിന്റെ പിറകുവശത്തിലൂടെ കയറി വരുന്നു. ഫ്രണ്ട് ഡോറിലൂടെയാണ് കടന്നു പോകുന്നത്. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായിരുന്നു 4 പേരും. ആയിഷയും ഇർഫാനയും ഹൃദയും നിതയും ഒരുമിച്ച് ഒരേ സ്കൂളിൽ പരീക്ഷ എഴുതി മടങ്ങി വരികയായിരുന്നു വൈകുന്നേരം. അതിൽ ഇർഫാന അമ്മയ്ക്കൊപ്പം ഡോക്ടറെ കാണാൻ പോകാനായിരുന്നതാണ്. അതിനായി അമ്മ കാത്തു നിൽക്കുകയും ചെയ്തിരുന്നു. കാത്തു നിൽക്കുന്ന അമ്മയെ ദൂരെ നിന്ന് ഒരു നോക്ക് കണ്ട ശേഷമാണ് അവൾ മരണത്തിന് കീഴടങ്ങിയത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ആ അമ്മ തകർന്നു പോയ അവസ്ഥയാണുള്ളത്. എത്രയും വേഗം ആ അമ്മയ്ക്ക് ഇതിനോടൊക്കെ പൊരുത്തപ്പെടാൻ കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിക്കാനേ നമുക്കൊക്കെയും ഈ സാഹചര്യത്തിൽ കഴിയുന്നുള്ളൂ. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇനിയുള്ളതൊരു വലിയ ശൂന്യതയാണ്. അതിനോട് പൊരുത്തപ്പെടാനാവട്ടെ. ഇർഫാനയും ഒടുവിലിതാ കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തുന്നു. 4 പേരും പൊതുദർശനത്തിനായി തയ്യാറെടുത്ത് വീടുകളിൽ നിന്നും ഇതാ എത്തിയിരിക്കുന്നു. ഒരുമിച്ച് പോയവർ ഒറ്റയ്ക്ക് ഇതാ വീണ്ടും ആ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ചേതനയറ്റ്. ആളുകൾ നമ്മുടെ സമയപരിധി പോലെ വിഷമതകൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അവരെ പുറത്തേക്ക് മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു. വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഹാളിൽ. എല്ലാവരും ഒരു നോക്ക് കാണാനായി വന്നവരാണ്. ഇവരെല്ലാവരും നേരിട്ട് ഇവരെ അറിയുന്നവർ തന്നെ ആവണമെന്നില്ല. പക്ഷേ ഇത് വിവരമറിഞ്ഞ് നെഞ്ചുപൊട്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഓടിയെത്തുകയാണ്. പലർക്കും ബന്ധപ്പെടുത്തി ചിന്തിക്കാനാവുന്നുണ്ട്. അവരവരുടെ വീടുകളിലും മക്കളുണ്ട്. ആ മക്കളും പരീക്ഷ എഴുതി തിരികെ വന്ന ദിവസങ്ങളായിരുന്നിരിക്കണം ഇന്നലെ. അവർക്കൊക്കെ സഹോദരങ്ങളുള്ളവരാണ്, മക്കളുള്ളവരാണ്. ഈ സങ്കടത്തോടെ എങ്ങനെയാണ് പൊരുത്തപ്പെടുക? ഈ സങ്കടം അതിജീവിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? എല്ലാവരും ഉള്ളിലൊരു കടൽ ഒളിപ്പിച്ച് അതൊരു കണ്ണീർ ചാലായി ഒഴുക്കിക്കൊണ്ട് നിശബ്ദമായി വിറയാർന്ന ശരീരത്തോടെ കാത്തു നിൽക്കുകയാണ്. ഇനി അന്ത്യയാത്രയാണ്.